Hello buddies, ഞാൻ നിങ്ങളുടെ വിഷ്ണു. നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനൽ ക്രാഫ്റ്റ് ആർട്ട് ബഡി. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത ആർട്ട് വർക്ക് എന്ന് പറയുന്നത് പേപ്പർ കട്ടിംഗ് ആർട്ടാണ്. അപ്പോൾ അതിന് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഒരു ചാർട്ട് പേപ്പറും പേപ്പർ കട്ടിംഗ് നൈഫും പിന്നെ നമുക്ക് വരയ്ക്കാൻ ആവശ്യമായിട്ടുള്ള പെൻസിൽസും. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്തത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ വരച്ച് തുടങ്ങുന്നതിന് മുമ്പ് നമുക്കൊരു ബോർഡർ സെറ്റ് ചെയ്യണം. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രെയിം ചെയ്യാനുള്ള സ്പേസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കത് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ബോർഡർ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഞാനിവിടെ വരക്കാൻ പോകുന്നത് ചാർട്ട് പേപ്പറിൻ്റെ സ്മൂത്തായ സർഫസിലാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ വരയ്ക്കാൻ പോകുന്ന ഫിഷിൻ്റെ സ്കെയിൽസാണ്. അപ്പം ആ സ്കെയിൽസ് വരയ്ക്കുമ്പോഴേക്കും ഫിഷിൻ്റെ കർവിനോട് കൂടി തന്നെ പോകാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ലൈൻസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആ ലൈൻസിൻ്റെ പുറത്തൂടെ ആയിരിക്കും നമ്മൾ സ്കെയിൽസ് വരയ്ക്കുന്നത്. അപ്പോഴായിരിക്കും നമുക്ക് കട്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും കുറച്ചും കൂടി എളുപ്പമുണ്ടായിരിക്കും. ഓക്കെ, ഓക്കെ, അപ്പോൾ നമ്മുടെ ഡ്രോയിങ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് ഇവനെ കട്ട് ചെയ്യണം. കട്ട് ചെയ്യാനായിട്ട് നമ്മുടെ കട്ടിംഗ് ടൂൾ ഉപയോഗിക്കുമ്പോഴേക്കും കുട്ടികളാണെന്നുണ്ടെങ്കിൽ പേരൻസിൻ്റെ ഗൈഡൻസോടുകൂടി മാത്രം ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് ഈ കട്ടിംഗ് ടൂൾ ഉപയോഗിച്ചിട്ട് ഇവനൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇതിൻ്റെ താഴെ എന്തെങ്കിലും ഹാർഡായിട്ടുള്ള ഒരു മെറ്റീരിയൽ വെക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിവിടെ ഗ്ലാസ്സാണ് വെക്കുന്നത്.
ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് കട്ടും ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ ഇതിനകത്ത് ട്രിക്ക് അപ്ലൈ ചെയ്യാൻ പോകണം. അതായത് നമ്മൾ ഇതിനകത്ത് ഒരു എഫക്റ്റ് കൊടുക്കാൻ പോകണം. ആ എഫക്റ്റ് കൊടുക്കാനായിട്ട് നമ്മൾ വരച്ച സ്ഥലത്തല്ല, അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ്. ഓക്കെ, അതായത് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ കട്ട് ചെയ്ത ഓരോ പീസസായിട്ട് നമ്മൾ താഴേന്ന് ജസ്റ്റ് പുഷ് ചെയ്ത് സെറ്റ് ചെയ്തെടുക്കുവാണ്. കുത്തി പൊക്കാനായിട്ട് നമ്മൾ ഈ സൈഡിൽ നിന്ന്, അതായത് വരച്ച സൈഡിൽ ചെറിയൊരു പുഷ് കൊടുത്ത് അവിടെ ജസ്റ്റ് ഒരു പ്രൊജക്ഷൻ കിട്ടിയെടുക്കുവാണ്. അത് കഴിയുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് അപ്പുറത്തെ സൈഡിൽ നിന്ന് പൊക്കിയെടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എൻ്റെ മൊത്തം കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് അപ്പുറത്തെ സൈഡിലോട്ട് പോകാം. ഓക്കെ, ആ എഫക്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചും കൂടെ ഒന്ന് പുഷ് ചെയ്തെടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഓരോരോ ലീവ്സ് ആയിട്ട് ഇതും കൂടെ ഒന്ന് പൊക്കിയെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ആർട്ട് വർക്ക് നമ്മൾ ഏകദേശം കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ കാണാൻ എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ? അപ്പം നമുക്ക് ഇതിനൊരു ഫൈനൽ എഫക്റ്റ് എന്നുള്ള രീതിയിൽ നമുക്കൊരു കളർ എഫക്റ്റ് കൂടി ഇതിനകത്ത് കൊടുത്ത് നോക്കാം. ഓക്കെ, അപ്പോൾ കളർ എഫക്റ്റ് കൊടുക്കാനായിട്ട് നമ്മൾ സ്യൂട്ടായിട്ടുള്ള കളർ പേപ്പേഴ്സ് ഇതിൻ്റെ ബാക്കിൽ വെക്കാനായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ പേപ്പേഴ്സ്. അപ്പം നമുക്ക് ഇതും കൂടെ സെറ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫൈനൽ എഫക്റ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇനി ഇത് എങ്ങനെയുണ്ടെന്നൊന്ന് കാണണ്ടേ? ഓക്കെ, അപ്പോൾ നമ്മുടെ ആർട്ട് വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഈ ആർട്ട് വർക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് എനിക്കറിയാം. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾ എൻ്റെ ഇൻസ്റ്റയിലോ വാട്സപ്പിലോ എനിക്ക് അയച്ചു തരിക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ഇനി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ബൈ.